കാലത്തിൽ പല വിധത്തിൽ പല രൂപത്തിലാണ് സന്ദേശങ്ങൾ നമ്മെ തേടി വരുന്നത്. കമ്പിയായും കത്തായും അങ്ങനെ പല വിധത്തിൽ നാളുകളോളം കാത്തിരുന്ന് പല കടലുകൾ താണ്ടി എത്തിയിരുന്ന സന്ദേശങ്ങൾ ഇപ്പോഴോ ഒരു വിരൽത്തുമ്പിൽ നിന്നും മനക്കണ്ണിലേക്ക് ചുരുങ്ങുന്ന നമ്മുടെ സന്ദേശങ്ങളുടെ ദൈർഘ്യം ആലോചിച്ചു നോക്കിയാൽ അതിശയമാണെല്ലാം. ഈ വിപ്ലവത്തിനെല്ലാം തുടക്കമിട്ട ലോകത്തെ ആദ്യത്തെ ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ട് എത്ര കാലമായെന്നറിയാമോ? 33 വർഷം പിന്നിടുകയാണ് ഈ സന്ദേശം കൈമാറിയിട്ട്. 1992 ഡിസംബർ 3-നായിരുന്നു ആദ്യത്തെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചത്. വോഡഫോൺ എഞ്ചിനീയറായ നീൽ പാപ്വർത്ത് തന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സഹപ്രവർത്തകനായ റിച്ചാർഡ് ജാർവിസിന്റെ ഓർബിറ്റിൽ 901 ഫോണിലേക്ക് മേരി ക്രിസ്മസ് എന്ന സന്ദേശമാണ് അയച്ചത്. ഈ ലളിതമായ സന്ദേശം ആഗോള ആശയവിനിമയത്തിൽ ഒരു വിപ്ലവം തന്നെയായി മാറുകയായിരുന്നു. ഇത്രത്തോളം വലിയ വിപ്ലവത്തിനാണ് ആ കുഞ്ഞു സന്ദേശം തുടക്കം കുറിച്ചതെന്ന് അന്നാരും ഓർത്തിട്ടുണ്ടാവില്ല. അവിടുന്ന് ഇങ്ങോട്ട് വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം DM-കൾ, അങ്ങനെ സന്ദേശം അയക്കാനുള്ള നിരവധി സംവിധാനങ്ങളാണ് വന്നത്. ലോകമെമ്പാടുമായി ഇപ്പോൾ ഓരോ സെക്കൻഡിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ലോകത്തെ ആദ്യത്തെ ടെക്സ്റ്റ് സന്ദേശത്തിന് 33 വർഷം പിന്നിടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണിത്. രസകരമായ അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. ക്രിസ്തുമസ് തീയതിക്ക് മുൻപ് എന്തിനാണ് മേരി ക്രിസ്മസ് സന്ദേശം അയച്ചത് എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ചരിത്രപരമായ സാങ്കേതിക വിപ്ലവത്തിന് തുടക്കമിട്ടതെന്നും ഈ കുഞ്ഞൻ സന്ദേശം എന്നതിനെ ചെറുതാക്കി കാണാനാകില്ലെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും വെറും 2 വാക്കുകളിൽ നിന്ന് ലോകം എത്ര കോടിക്കണക്കായ വാക്കുകളിലേക്കാണ് സന്ദേശമായി ഒഴുകിയെത്തിയതെന്ന ഓർമ്മകളാണ് ഇതുണർത്തുന്നത്.